നമസ്കാരം. കേന്ദ്ര സർക്കാർ അവസാനം ജാതി സെൻസസ് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് സോഷ്യലിസ്റ്റുകളെ കുറിച്ച് ചിന്തിക്കാതെ ജാതി സെൻസസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. നമുക്കറിയാം, 1931 ഇന്ത്യയിൽ അവസാനമായി ജാതി സെൻസസ് നടപ്പിലാക്കിയത്. അന്നത്തെ പിന്നോക്ക ജനസംഖ്യ 52% മാത്രമായിരുന്നു. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നോക്ക ജനവിഭാഗങ്ങളെ വേണ്ട രൂപത്തിൽ കണക്കിൽപ്പെടുത്തിയോ എന്ന് പോലും സംശയമാണ്. കാരണം വിദ്യാലയങ്ങളിൽ പോകാത്ത, അതിന് അവകാശമില്ലാത്ത, ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാത്ത, വിദൂര ദിക്കുകളിൽ താമസിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ എത്ര കണ്ട് ജനസംഖ്യ കണക്കുകളിൽ പെടുത്തി എന്ന് പരിശോധിക്കേണ്ടതാണ്. പിന്നീട് ഇത് സംബന്ധിച്ച് ചർച്ച വരുന്നത് 1961 എൻ്റെ ധാരണ. ഡോക്ടർ റാം മനോഹർ ലോഹ്യ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പരസ്യമായി സംവരണം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടനയിൽ പിന്നോക്കക്കാർക്കും അതേപോലെ തന്നെ സാമൂഹ്യമായും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് സംവരണം കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ ആരും ശ്രമിച്ചില്ല. ഡോക്ടർ ലോഹ്യയും സോഷ്യലിസ്റ്റ് പാർട്ടിയും പിന്നോക്ക സംവരണം ആവശ്യപ്പെട്ടു. അവർ അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ തന്നെ പാർട്ടി സ്ഥാനമാനങ്ങളിൽ 60% പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും സ്ത്രീകൾക്കും സംവരണം ചെയ്തു. പിന്നീട് 1977 അധികാരത്തിൽ വന്ന മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് സോഷ്യലിസ്റ്റുകൾക്ക് വലിയ മേധാവിത്വം ഉണ്ടായിരുന്ന ഗവൺമെന്റാണ് BP മണ്ഡലിന്റെ നേതൃത്വത്തിൽ മണ്ഡൽ കമ്മീഷനെ നിയമിക്കുന്നത്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് 50% സംവരണം കവിയാൻ പാടില്ലാത്തതുകൊണ്ട് 27% പിന്നോക്ക സംവരണത്തിന് അവർ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട്, ശുപാർശ കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൈകളിലാണ്. കാരണം അപ്പോഴത്തേക്ക് മൊറാർജി ഗവൺമെന്റ് പുറത്തുപോയിരുന്നു. ആ റിപ്പോർട്ട് ഇന്ദിരാഗാന്ധിയോ പിന്നീട് വന്ന രാജീവ് ഗാന്ധിയോ ആരും ഒന്നും ചെയ്തില്ല. സിംഗിന്റെ ജനതാ ഗവൺമെന്റാണ് വീണ്ടും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു രാജീവ് ഗോസ്വാമി ആത്മഹത്യ ചെയ്തതും ആ സമരത്തിന് ABVPയും BJPയും ഒക്കെ വലിയ പിന്തുണ കൊടുത്തതും നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസും ആ സമരത്തിന് വലിയ പിന്തുണ കൊടുത്തു. പാർലമെന്റിൽ മണ്ഡൽ കമ്മീഷനെതിരെ രാജീവ് ഗാന്ധി വലിയ പ്രസംഗം നടത്തുകയും ചെയ്തു. പിന്നീട് ഇത് സംബന്ധിച്ചൊരു ചർച്ച വരുന്നത് ബീഹാറിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ RJD, അവിടുത്തെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് കർശനമായ നിലപാടെടുത്തു. അതോടുകൂടി ആ ഗവൺമെന്റ് നിലനിർത്താൻ വേണ്ടി നിതീഷ് കുമാർ ജാതി സെൻസസ് നടപ്പിലാക്കുകയും ആ ജാതി സെൻസസ് പ്രകാരം പിന്നോക്ക ജനസംഖ്യ 63% കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ 63% ആളുകൾക്ക് ഇപ്പോഴും ലഭിക്കുന്ന സംവരണം 27% മാത്രമാണ്. മറ്റൊരു വൈരുദ്ധ്യം എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ കാണേണ്ടതും ചിന്തിക്കേണ്ടതും ഗൗരവമായി വിലയിരുത്തേണ്ടതും, ബീഹാറിലെ സെൻസസ് പ്രകാരം മുന്നോക്ക ജനസംഖ്യ 15% മാത്രമാണ്, 15.52. കേരളത്തിലും 20%-ൽ താഴെയാണ്. 20%-ൽ താഴെയുള്ള മുന്നോക്കക്കാർക്ക് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന സംവരണം, അതിന് ഒരു ഓമന പേരിട്ടിട്ടുണ്ട്, മുന്നോക്കത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ. പക്ഷെ അവരുടെ വരുമാനം എല്ലാവർക്കും അറിയാമല്ലോ. ഒരു വർഷം 8 ലക്ഷം റുപ്യ, ഒരു മാസം 66,000 റുപ്യ, ഒരു ദിവസം 2200 രൂപ വരുമാനമുള്ള ആളുകൾ വരെ സംവരണത്തിലാണ്. സംവരണം ആരുടെയും സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാനുള്ളതല്ല. സഹസ്രാബ്ദങ്ങളായി ഈ രാജ്യത്ത് നിഷേധിക്കപ്പെട്ട നീതി, ആളുകൾക്ക് നിഷേധിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ, അത് തിരികെ കൊടുക്കാനാണ് സംവരണം. അങ്ങനെ നഷ്ടപ്പെട്ടത് പിന്നോക്കക്കാർക്കും ദളിതുകൾക്കുമാണ്. അവർക്കാണ് സംവരണം കൊടുക്കേണ്ടത്. ഇതിന് വിരുദ്ധമായിട്ടാണ് മുന്നോക്കത്തിലെ പിന്നോക്കം എന്ന് പറയുന്ന ആളുകൾക്ക് സംവരണം കൊടുക്കുന്നത്. കൊടുക്കട്ടെ, പക്ഷേ സാമ്പത്തിക വരുമാനത്തിന്റെ പരിധി എത്രയാണ്? ഒരു ദിവസം 2200. നമ്മുടെ നാട്ടിൽ ഒരു കൂലിപ്പണിക്കാരന്റെ ഏറ്റവും വലിയ കൂലി 1000 രൂപയാണ്. 2200 രൂപ എന്ന് പറഞ്ഞാൽ മുന്നോക്കത്തിലെ എല്ലാ സമ്പന്നർക്കും ഈ സംവരണത്തിന് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി മുന്നോക്കത്തിൽ ഏതെങ്കിലും പാവപ്പെട്ടവൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇവരുമായി കോമ്പീറ്റ് ചെയ്യാൻ കഴിയാതെ അവൻ പുറത്തും സമ്പന്നൻ വീണ്ടും അകത്തുമാണ്. ഈ വൈരുദ്ധ്യമാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത്. നൂറ്റാണ്ടുകളായി എല്ലാ അധികാരങ്ങളും കൈവശം വെച്ച ആളുകൾ, ക്ഷേത്രങ്ങൾ അവരുടെ കൈകളിലായിരുന്നു, വിദ്യാലയങ്ങൾ അവരുടെ കൈവശങ്ങളിലായിരുന്നു, ഭൂമി അവരുടെ കയ്യിലായിരുന്നു, തൊഴിൽ അവരുടെ കയ്യിലായിരുന്നു. അവർക്ക് തന്നെ മുന്നോക്കത്തിലെ പിന്നോക്കക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് BJP സംവരണം കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നു. പിന്നോക്കക്കാരൻ 63% ഉള്ളവന് 27% സംവരണം കൊടുക്കുമ്പോൾ 15-നും 20-നും ഇടയ്ക്ക് മാത്രം ജനസംഖ്യയുള്ള ആളുകൾക്ക് 10% സംവരണം കൊടുക്കുകയാണ്. ഇത് അനീതിയാണ്, ഇത് തെറ്റാണ്. തുറന്നു പറയാൻ എല്ലാ പാർട്ടികൾക്കും എന്താ പടി? എന്തേ ഈ രാജ്യത്തെ കോൺഗ്രസിന് പറയാൻ സാധിക്കുന്നില്ല? BJP അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തേ വിപ്ലവ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാൻ സാധിക്കേണ്ടത്? പറയാൻ സാധിക്കുന്നില്ലല്ലോ. പിന്നോക്കക്കാരന് അർഹതപ്പെട്ടത് കൊടുക്കണം. സംവരണം പാവപ്പെട്ടവന് കൊടുക്കാനുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും വിഭാഗത്തിന് BJPക്ക് സവർണരുടെ പിന്തുണയുണ്ടെന്ന് കരുതി മുന്നോക്ക വിഭാഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കാനുള്ളതല്ല സംവരണം. അത് സുപ്രീം കോടതിയുടെ നിയമങ്ങൾക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്. ഇതിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് മുന്നോക്കത്തിലെ പിന്നോക്കക്കാരുടെ സംവരണത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് വരുമാന പരിധിയെങ്കിലും കുറച്ചുകൊണ്ട് 500 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയുടെ അറൗണ്ട് ആയിട്ട് ഒരു ദിവസത്തെ കൂലിപ്പണിക്കാരന്റെ കൂലിയെങ്കിലും നിജപ്പെടുത്തിക്കൊണ്ട്
വരുമാനം കുറയ്ക്കണം, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാനുള്ളതല്ല സംവരണം. ഏതായാലും ഇപ്പോഴത്തെ ജാതി സെൻസസ് പ്രകാരം രാജ്യത്തെ ജാതി കണക്കുകൾ പുറത്തു വന്നാൽ എല്ലാവരുടെയും കാര്യങ്ങൾ പുറത്തുവിടണം. മുന്നോക്കക്കാരുടെ കൈവശം എത്ര ജോലിയുണ്ട്? ജനസംഖ്യയേക്കാൾ കൂടുതൽ ജോലി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ കൈവശം വെക്കുന്നത് മുന്നോക്ക വിഭാഗക്കാരാണ്. ജനസംഖ്യയേക്കാൾ കുറച്ച് ജോലി കൈവശം വെക്കുന്നവര് പിന്നോക്കക്കാരും ദളിതുകളുമാണ്. ഇത്ര കാലം സംവരണം കൊടുത്തിട്ടും പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് ആനുപാതികമായ ജോലി അവസരങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ലെന്നിരിക്കെ അവർക്ക് കുറച്ചും ഇതേവരെ എല്ലാം കിട്ടിയവരും ഇപ്പോൾ കൂടുതൽ കൈവശം വെക്കുന്നവർക്കും കൂടുതൽ സംവരണം കൊടുക്കുന്ന ആ ജനാധിപത്യ വിരുദ്ധമായ നീതിരഹിതമായ സമീപനം തിരുത്തപ്പെട്ടേ പറ്റുള്ളൂ. എല്ലാ പാർട്ടികളും RJD പറയുന്നത് പോലെ നിലപാട് പറയാൻ സാധിക്കണം. ഈ രാജ്യത്ത് ജാതിയാണ് പിന്നോക്കാവസ്ഥയുടെ കാരണം, സാമ്പത്തികമല്ല. എല്ലാവരെയും വിദ്യാലയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത് ജാതിയുടെ പേരിലാണ്. അവരെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ജാതിയുടെ പേരിലാണ്. വഴികളിൽ നിന്ന് മാറ്റി നിർത്തിയത് ജാതിയുടെ പേരിലാണ്. എങ്കിൽ സംവരണം കൊടുക്കേണ്ടതും ജാതിയുടെ പേരിലാണ് എന്ന് വ്യക്തമായി പറയാൻ, സാമൂഹ്യ സംവരണത്തിന് നിലപാടെടുക്കാൻ ഈ രാജ്യത്ത് RJDയെ പോലെയുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. ഈ നിലപാടിനോടൊപ്പം എല്ലാവരും ചേരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.